ഹായ് കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലൊരു മീൻ കറി ആട്ടോ. ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചു. പിന്നെ അതിലോട്ട് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുഴമ്പൻ രൂപത്തിലാക്കി വെച്ചേക്കണേ കേട്ടോ അത്. പിന്നെ ഒരു ചട്ടി വെച്ച് ഉലുവയിട്ട് പൊട്ടിയിട്ട് ആ മസാല അതിലേക്ക് ഇട്ടു. അതിലേക്ക് ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഞാൻ ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഉള്ളിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഉള്ളി സവാള ഉണ്ടായില്ല. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റി കൊടുക്കണം. എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പിട്ടു, കുടംപുളി ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള മീനിൻ്റെ ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തിളപ്പിച്ച് നന്നായിട്ട് തിളച്ചിട്ടാട്ടോ മീനിടുന്നത്. ഈ രീതിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ മീൻകറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. നല്ല കൊഴുപ്പുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇതേ ചാള പകുതി വറക്കാനും എടുത്ത് വെച്ചു കേട്ടോ. ബാക്കി ഞാൻ കുറച്ച് വെക്കാനും. അപ്പോൾ ചാളയെല്ലാം പറക്കിയിട്ടു. പിന്നെ മീൻകറി ഏത് വെച്ചാൽ കണ്ടതേ ശരിക്കും നല്ല തേങ്ങാപ്പാൽ ചേർത്ത മീൻകറി പോലെ നല്ല കുറുകിയിരിക്കണം. എപ്പോഴും നല്ലോണം അരച്ചെടുക്കുവാണെങ്കിൽ ഡയറക്റ്റ് പൊടി ഇടുമ്പോൾ ഇത്രയും കൊഴുപ്പുണ്ടാവില്ല. എന്നിട്ട് അതിലോട്ട് ഒരു തക്കാളിയുടെ പകുതിയും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ. തക്കാളി ഇല്ലാത്ത മീൻകറി ഇല്ല. എന്ത് കറിയിലും എനിക്ക് തക്കാളി ഇടണം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടല്ലേ കണ്ട നല്ല അടിപൊളി മീൻകറി. സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.